ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനായി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റി വന്നു കഴിഞ്ഞാൽ കുറച്ച് വേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴണ്ട് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തള നന്നായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അതും കൂടി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കുക. കൂടുതൽ നമ്മളെ കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒന്നും ചേർക്കാറില്ല. ഇങ്ങനെ അതിൻ്റെ ഗ്രേവിയിൽ കിടന്ന് റൈസൊക്കെ ഒന്ന് മിക്സായി വരുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ദമ്മൊന്നും ഇടുന്നില്ല. ദമ്മിടാതെ തന്നെ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ നമ്മൾ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടൊന്ന് വെള്ളം പൊട്ടുന്ന രീതിയിൽ ഒന്ന് തീ കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബിരിയാണി കിട്ടും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബിരിയാണിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ റൈസ് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഗ്രേവിയിൽ മിക്സ് ആയിട്ടുള്ള, അതായത് ദമ്മിട്ട് ഉള്ള ബിരിയാണി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ചില സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ശരിയാവാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, കഴിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. എന്തായാലും എനിക്ക് ബിരിയാണിയുടെ കൂടെ പപ്പടവും അതുപോലെ തന്നെ കച്ചമ്പറും മസ്റ്റാണ് കേട്ടോ. തൈരൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ.